നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസം കൂടിയ കൗൺസിൽ യോഗത്തിൽ വെച്ചിട്ട് 300 കോടി രൂപ മുടക്കി പുതിയൊരു കോർപ്പറേഷൻ, ഈ നിലവിലുള്ള ബിൽഡിംഗ് പൊളിച്ച ശേഷം കോർപ്പറേഷൻ കെട്ടിടം നമ്മുടെ പുതിയ ലോകസഭ കെട്ടിയതുപോലെ, ലോകസഭാ മന്ദിരം നിർമ്മിച്ചതുപോലെ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നുവെന്നും അതിൻ്റെ പ്ലാനും പദ്ധതിയും മേയർ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഏറ്റവും അങ്ങേറ്റം തലതിരിഞ്ഞ ഒരു തീരുമാനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപാട് ചരിത്രമുള്ള കോർപ്പറേഷനാണ്. ഇന്ത്യയുടെ നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. 1940 തോന്നുന്നു ഇത് രൂപീകരിച്ചത്. ബഹുമാനപ്പെട്ട ശ്രീ പട്ടം താനുള്ളയാണ് ഈ കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഈ കൗൺസിൽ ഹാൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായിട്ടുള്ള ഹാളാണ് കൗൺസിൽ ഹാൾ എന്ന് പറഞ്ഞത്. ഇപ്പൊ അവിടെ ഒരു അസൗകര്യവും ഇല്ല. ഇത് ഒരുപാട് പിന്നെ പാരമ്പര്യവും ചരിത്രവും പൈതൃകവും ഒക്കെ ഉള്ള കോർപ്പറേഷനാണ്. അവിടെ അതിനകത്ത് ഇനി ഒരു സൈക്കിൾ സ്റ്റാൻഡ് പോലും കെട്ടാനുള്ള സ്ഥലമില്ല. ഈ തലതിരിഞ്ഞ പരിഷ്കാരം 300 കോടി രൂപ, അത് എവിടുന്ന് കിട്ടും? ആ കാശ് എങ്ങനെ ചെലവഴിക്കും? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആലോചനയും നടന്നിട്ടില്ല. ഒരു കാരണവശാലും ഇപ്പൊ നിലവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ മന്ദിരം പൊളിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പൊ നിലവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടത്തിന്റെ ഒരു കല്ല് പോലും എടുത്തു മാറ്റാൻ തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. തങ്ങൾ ജയിച്ചാൽ 45 ദിവസം കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ലോകത്തെ ഏറ്റവും വലിയ നഗരമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നാണ് അദ്ദേഹം മേയർ പ്രഖ്യാപിച്ചത്. ഒന്നും നടന്നിട്ടില്ല. ആദ്യം ഈ 300 കോടി രൂപയിലെ കുറച്ച് കാശ് എടുത്തിട്ട് പട്ടിപിടുത്തം ഇന്നും പത്രങ്ങൾ വന്നിട്ടുണ്ട്. അരഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പട്ടികളെ പിടിക്കുകയും തെരുവുവിളക്കുകൾ മുഴുവൻ ഈ മഴ കാരണം അണഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം സിറ്റിയിൽ മുഴുവൻ ആ തെരുവുവിളക്കുകൾ കത്തിക്കുകയും മഴ കാരണം വെള്ളപ്പൊക്കം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. അതിന്റെ പരിഹാരം കാണുകയും നമ്മുടെ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാനുള്ള, പാവപ്പെട്ട പ്രായം ചെന്ന ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും, അങ്ങനെ വളരെ അത്യാവശ്യം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന കാര്യത്തിലേക്ക് പോകണം. അതെല്ലാം ഈ ഒരു കാപ്പ കൊലക്കേസ് പ്രതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ പ്രവൃത്തികളെ മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ടത്, ഒരു കാപ്പ കൊലക്കേസ് പ്രതിയുടെ ജയിലിൽ കിടക്കുന്ന പ്രതിയുടെ പേരിൽ തലസ്ഥാന നഗരിയിലെ 101 കോർപ്പറേഷൻ വാർഡുകളിൽ താമസിക്കുന്ന ജനങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കേണ്ട പ്രശ്നമുണ്ടോ? നിങ്ങൾ ഈ ജനങ്ങളോട് കാണിക്കുന്ന കടുത്ത അനീതിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചെറിയൊരു വോട്ടിന്റെ ഭൂരിപക്ഷം നിങ്ങൾക്കില്ല. 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റൊരു കാര്യം, 2 മിനിറ്റ് കൊണ്ട് നിരന്തരമായി ഈ കൗൺസിൽ യോഗം അവസാനിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2 മിനിറ്റ് കൊണ്ട് പാസ്സാക്കി എടുക്കുകയല്ല. അല്ലാതെ ഈ കോർപ്പറേഷൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തുന്നതിന് വേണ്ടി, വർക്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടി കരാറുകാർ വരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീ പട്ടം താണുള്ളവരോട് പ്രത്യേക വിരോധം ഉണ്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും ഇന്ദിരാഗാന്ധിയോട് BJPക്ക് വിരോധം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അവരുടെ പേര് അവിടെ എഴുതി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇനി ഈ കെട്ടിടവും കൂടെ ഇടിച്ച് മാറ്റിക്കളയാമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരാണ് അവർ. നരേന്ദ്രമോദിയുടെ പ്രവൃത്തി കണ്ട, നരേന്ദ്രമോദിയെ കണ്ടിട്ടാണല്ലോ അവരെല്ലാം പഠിക്കേണ്ടത്. അപ്പൊ അവരെല്ലാം ആ സ്കൂളിൽ പഠിച്ച് ഇറങ്ങിയവരാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് തലസ്ഥാന നഗരിലെ ജനങ്ങൾ സംഭവിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം കൂടി ഒരു മുൻ മേയർ എന്നുള്ള നിലയിലും ഞാൻ വ്യക്തമാക്കുകയാണ്.
അതെ, ഞങ്ങളെല്ലാം ഞാൻ 40ാമത്തെ മേയർ പറ്റുമായിരുന്നു തോന്നുന്നു. ഞങ്ങളുടെ എല്ലാം പടം അവിടെ ഇരിപ്പുണ്ട്. ഇനി ആ പടം എല്ലാം കൂടെ പൊളിച്ച് കളയാൻ വേണ്ടിയാണോ ഇതെല്ലാം കൂടെ പൊളിച്ചെടുക്കുന്നത് ഒരു പറഞ്ഞില്ല. അതും സംശയിക്കേണ്ടിയിരിക്കുകയും. അവിടെ ഈ കഴിഞ്ഞ നഗരസഭാ യോഗത്തിനകത്ത് ഈ കെട്ടിടത്തിന്റെ 300 കോടിയുടെ കെട്ടിടത്തിന്റെ ബഡ്ജറ്റ് ഒപ്പം തന്നെ PowerPoint പ്രസന്റേഷൻ ഒക്കെ നടത്തി. അതിനുശേഷം ഈ പ്രതിപക്ഷ കൗൺസിലർമാര് LDF കൗൺസിലർമാർക്ക് സംസാരിക്കാൻ, ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സംസാരിക്കാനും അത് സംബന്ധിച്ച് ഒരു വാക്കുപോലും പറയാൻ മേയർ അനുവദിച്ചില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമില്ല. തലസ്ഥാന നഗരത്തെ പൊതുവികസനം ഇത് പൊതുവികസനം കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് മാത്രമല്ല, ഈ UDF BJPയുടെ ഈ തെറ്റായ തലതിരിഞ്ഞ നയവിരുദ്ധമായിട്ടുള്ള ഭരണഘടന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുക. BJPയും UDFുമായിട്ട് ഈ കോർപ്പറേഷന്റെ കാര്യത്തിൽ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അതല്ലെങ്കിൽ ഈ മൂന്ന് യോഗത്തിൽ നിരന്തരമായി ഹാജരാവാതിരുന്ന കാപ്പ കേസിലെ പ്രതിയെ ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ടുള്ള നോട്ടീസ് കൊടുക്കേണ്ടത് കോർപ്പറേഷൻ സെക്രട്ടറി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെടേണ്ടതാണ്. 5 മിനിറ്റ് കൊണ്ട് കൗൺസിൽ യോഗം ചേർന്ന് പിരിഞ്ഞു പോകുന്നതും, എല്ലാ കൗൺസിൽ യോഗത്തിലും അടിപിടിയും അക്രമം നടക്കുന്നതും, അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ പാസ്സാക്കിക്കൊണ്ട് പോകുന്നതും, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ്. ഗവൺമെന്റ് ഇതിൽ ഇടപെടുന്നതിന് വേണ്ടിയുള്ള അവകാശമുണ്ട്. അപ്പോൾ കോർപ്പറേഷന്റെ കാര്യത്തിൽ BJPയും കോൺഗ്രസും ഒത്തുകളിക്കുകയാണെന്നുള്ള കാര്യം കൂടി, ഒരു ആശയം കൂടി ഉന്നയിക്കപ്പെടുകയാണ്.